أعوذ بالله من الشيطان الرجيم قال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. ഏറെ പ്രിയം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മഴയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചുമൊക്കെ ഖുർആനിൽ പറയുന്ന വിശദാംശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളെ ചിന്തിക്കാനും ആലോചിക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈ എപ്പിസോഡിൽ നമ്മൾ മഴയും വെള്ളവും അതോടൊപ്പം ചില പ്രവാചകന്മാരുടെ, ചില അമ്പിയാക്കളുടെ ചരിത്രത്തിൽ കടന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം പ്രധാനപ്പെട്ട ഒരു വിഷയമായി കടന്നു വരുന്ന ഒരു ചരിത്രം റസൂൽ നൂഹ് നബി അലൈഹി സ്വലാമയെ കുറിച്ചാണ്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിൽ വെള്ളം കടന്നു വരുന്ന സന്ദർഭം നിങ്ങൾക്കറിയുന്നുണ്ടാവും. അപ്പോൾ നൂഹ് നബി ആരായിരുന്നു? നൂഹ് നബി അലൈഹി സ്വലാം ഒരുപാട് കാലം ഇങ്ങനെ ആളുകളെ പ്രബോധനം ചെയ്ത ആളായിരുന്നു. 950 വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തു എന്നാണ്. അപ്പോൾ അതിനേക്കാൾ 1000 വർഷത്ത് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടാവും. അത്രയും കാലം ആളുകളുടെ അന്നത്തെ കാലത്തൊക്കെ ആളുകൾക്ക് അത്രയും ആയുസ് ഉണ്ടായിരുന്നു എന്നാണ്. മുമ്പത്തെ ജനറേഷനിലൊക്കെ ഒരുപാട് കാലം ജീവിച്ച ആളുകൾ, നല്ല വലിപ്പം, അതുപോലെ തന്നെ നമ്മൾ ഓരോ ജനറേഷനിലും അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അന്നത്തെ കാലത്ത് അത്രയും കാലം ആളുകൾ ജീവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയും കാലം ഇങ്ങനെ ആളുകളുടെ പിന്നാലെ നടന്ന് അള്ളാഹുവെക്കുറിച്ച്, ദീനിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു നോക്കി. ആരും കൂട്ടാക്കുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചുള്ളൂ. അങ്ങനെ അവസാനം അദ്ദേഹം അള്ളാഹിനോട് പരാതി പറയുന്നുണ്ട്. അള്ളാഹുവേ, ഞാൻ അവരുടെ പിന്നാലെ കുറേ നടന്നു, രാവും പകലുമൊക്കെ നടന്നു, പക്ഷെ അവരെന്നെ ആട്ടിപ്പറഞ്ഞേക്കാണ്, അവരെന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. അവസാനം അള്ളാഹു അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. നൂഹ് നബി അലൈഹി സ്വലാമയോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. ഈ കപ്പലുണ്ടാക്കാൻ തുടങ്ങി അദ്ദേഹം. അള്ളാഹിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ കപ്പലുണ്ടാക്കുകയാണ്. ആദ്യമായി മനുഷ്യനുണ്ടാക്കിയ കപ്പൽ അതായിരിക്കാം. ആളുകൾ ഇതൊക്കെ കണ്ട് കളിയാക്കാൻ തുടങ്ങി. എന്താണ് ഈ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇത് വെള്ളത്തിൽ അപ്പോൾ ഇവിടെ വെള്ളത്തിലൊന്നും ഓടുന്നൊരു വാഹനം എന്തിനാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കളിയാക്കാണ്. പക്ഷേ നൂഹ് നബി അലൈഹി സ്വലാം ആ കളിയാക്കലുകളൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം കപ്പലുണ്ടാക്കി. അങ്ങനെ കപ്പലിൻ്റെ നിർമ്മാണമൊക്കെ കഴിയുമ്പോഴതാ മഴ വർഷിക്കാൻ തുടങ്ങുകയാണ്. വലിയ മഴ, പേമാരി വർഷിക്കുകയാണ്. ആകാശത്ത് നിന്ന് പേമാരി വർഷിക്കുന്നു. ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടിയൊലിക്കുന്നു. അങ്ങനെ ഭൂമിയിലെ ഉറവകളും ആകാശത്ത് നിന്നുള്ള മഴവർഷവും നിൽക്കാത്ത മഴയുമായിട്ട് ആ നാടിങ്ങനെ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ സമയത്താണ് നൂഹ് നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ കപ്പലിൽ വിശ്വാസികളെ കയറ്റുകയാണ്, ജീവജാലങ്ങളെ കയറ്റുകയാണ്. ആ സമയത്ത് നിഷേധികളായ ആളുകൾ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല ഉയർന്ന പ്രദേശങ്ങളിലും എത്തും. പക്ഷേ വെള്ളം അവിടൊക്കെ കയറി. നൂഹ് നബിയുടെ മകനുണ്ടായിരുന്നു, അവിശ്വാസികളിൽപ്പെട്ട ആളാണ്. ആ മകനും ഞാൻ ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറിക്കൊണ്ടിരുന്നു. പക്ഷേ ഏത് ഉയരമുള്ള സ്ഥലങ്ങളെയും കീഴടക്കുന്ന വലിയ ഒരു ജലപ്രവാഹമായിട്ടത് വരികയും അങ്ങനെ എല്ലാ നിഷേധികളും അതിൽ ഇല്ലാതാവുകയും ചെയ്യുകയാണ്. അങ്ങനെ വലിയ ആ ഒരു മഴയും ആ ഒരു ഉറവയും വീണ്ടും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നതിടയിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അർൾ, അല്ലയോ ഭൂമി, ആ വെള്ളത്തെ താഴേക്ക് വലിക്കുക, അല്ലയോ ആകാശമേ, പെയ്യുന്നത് നിർത്തുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഴ പെയ്യുന്നത് നിർത്തുകയും ഉറവയൊലിക്കുന്നത് നിർത്തുകയും ആ കെട്ടിനിന്ന വെള്ളമെല്ലാം താഴേക്കൊഴുകുകയും നൂഹ് നബിയുടെ കപ്പൽ ജൂദി പർവ്വതത്തിന് മുകളിൽ ലാൻഡ് ചെയ്യുകയും ചെയ്ത ചരിത്രമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അത് വെള്ളത്തെയും മഴയെയും കുറിച്ച വലിയ ഒരു ചരിത്രത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് വെള്ളം വളരെ പ്രധാന വിഷയമായിട്ട് വരുന്നത് മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാം പിറന്നു വീഴുന്ന ഒരു ഘട്ടം, അന്ന് ഫറോവ ആൺകുട്ടികളെ, ബനൂ ഇസ്രായേലിൽ പിറന്നു വീഴുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ വിധിച്ച ഒരു കാലത്താണ് മൂസാ നബി പിറക്കുന്നത്. അങ്ങനെ മാതാപിതാക്കൾക്ക് പേടിയായി. ഉമ്മയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മയോട് അല്ലാഹു സുബ്ഹാനഹു തആല വഹി നൽകുന്നുണ്ട്. വൗഹൈന ഇല ഉമ്മി മൂസ അൻ അർളിഇ, ആ കുഞ്ഞിന് മുലയൂട്ടുക. നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ പുഴയിൽ ആ കുഞ്ഞിനെ ഒഴുക്കുക എന്ന് പറയുന്നുണ്ട്.
അങ്ങനെയാണ് മൂസാ നബിയുടെ കുഞ്ഞായിരിക്കുന്ന മൂസാ നബി പുഴയിൽ ഒഴുക്കപ്പെടുന്നത്. പെട്ടിയിലാക്കി ഒഴുക്കപ്പെടുകയാണ്. ആ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന മൂസാ നബി ഫറോവയുടെ പത്നിയുടെ കയ്യിൽ കിട്ടുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ വളരുകയാണ്. അപ്പം മൂസാ നബിയുടെ ചരിത്രത്തിൽ വെള്ളം, പുഴ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമായിട്ട് അവിടെ വരുന്നുണ്ട്. പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ട് പോകേണ്ടി വരികയാണ്. ആ നാട് വിട്ട് പോകേണ്ടി വന്ന് വേറൊരു നാട്ടിലെത്തിയപ്പോൾ മദിയൻ എന്ന് പറയുന്നൊരു പ്രദേശത്താണ് എത്തുന്നത്. അപ്പോൾ എത്തുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താണ്? അവിടെ ഒരു കിണർ. ആ കിണറ്റിന് ചുറ്റും കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകളിൽ നിന്ന് മാറി 2 പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടികളോട് ചെന്ന്, എന്താണ് നിങ്ങൾ ഇവിടെ മാറി നിൽക്കുന്നത്? എല്ലാവരും ആ കിണറിൻ്റെ അടുത്താണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടികൾ പറഞ്ഞു, അതെല്ലാവരും വെള്ളം എടുക്കുകയാണ്. ഞങ്ങളുടെ ഉപ്പ പ്രായമേറിയ ആളാണ്, ഉപ്പക്ക് ഇവിടെ വന്നിട്ട് വെള്ളം എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. പക്ഷേ അവരൊക്കെ വെള്ളം എടുത്ത് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ, ഞങ്ങൾ ദുർബലരാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ട് ആ പെൺകുട്ടികൾക്ക് വെള്ളം എടുത്തു കൊടുക്കുകയും, കാരണം മൂസാ നബി നല്ല കരുത്തനാണ്, ശക്തനാണ്, അങ്ങനെ വെള്ളം കോരി കൊടുക്കുകയും ആ പെൺകുട്ടികൾക്ക് സന്തോഷമാവുകയും അവർ വിവരം വീട്ടിൽ അറിയിച്ചപ്പോൾ മൂസാ നബിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയൊക്കെ ചെയ്യുന്ന ചരിത്രമുണ്ട്. അങ്ങനെ മൂസാ നബി അവിടെ താമസിക്കുന്നു, അവിടുന്ന് വിവാഹം കഴിക്കുന്നു, അവിടെ കുടുംബമായി താമസിക്കുന്നു. അവിടെയും കിണർ, വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് വരികയാണ്. ഫറോവയും വെള്ളവും തമ്മിൽ ബന്ധമുണ്ട്. ഫറോവ അഹങ്കരിക്കുകയാണ്. എന്താണ് അഹങ്കാരം? അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ വലിയ റബ്ബ് എന്ന് ഫറോവ പറഞ്ഞു. ഞാനാ നിങ്ങളുടെ ദൈവം. അതിന് അദ്ദേഹം തെളിവ് പറയുന്നത് എന്താ? വഹാദി ഇൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ പുഴയും വെള്ളവുമൊക്കെ ഒഴുകുന്നത് എൻ്റെ കാൽച്ചുവട്ടിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അധികാരി ഞാനാണ് എന്ന് ഫറോവ പറയാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? വെള്ളത്തിൽ മുങ്ങിയാണ് ഫറോവ മരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒക്കെ അധിപൻ ഞാനാണ് എന്ന് പറഞ്ഞ ഫറോവയെ വെള്ളത്തിൽ അള്ളാഹു മുക്കിക്കൊല്ലുകയാണ്. അപ്പോൾ ഇങ്ങനെ നബിമാരുടെ ചരിത്രത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അതിലൊക്കെ കടന്നു വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ ഈ രൂപത്തിൽ നമ്മൾ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന, നമ്മുടെ ചുറ്റിലൊക്കെ കാണുകയൊക്കെ ചെയ്യുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ടാവും. ആ കാണുന്ന യാഥാർത്ഥ്യങ്ങളെയൊക്കെ നമ്മൾ ഇതുമായിട്ടൊക്കെ ചേർത്ത് വെച്ചിട്ടൊക്കെ വായിക്കണം. അപ്പോൾ വായിക്കുമ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള കുറേ ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ ഈ പറയുന്ന ചരിത്രത്തിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് പടച്ചവനാണ്. ഇപ്പോൾ നൂഹ് നബിയുടെ കാലത്ത് ഈ പറയുന്ന വെള്ളം അത് നിയന്ത്രണാതീതമായിട്ടിങ്ങനെ എല്ലായിടത്തും മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ വെള്ളം വർഷിക്കുകയാണ്. അപ്പോൾ അള്ളാഹ് ഇടപെട്ടിട്ട് എന്താക്കി? ആ വെള്ളത്തെ തടഞ്ഞു നിർത്തി, പിന്നീട് ആ വെള്ളത്തെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഇതുപോലെ ഓരോ പ്രതിഭാസവും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വലിയ അർത്ഥത്തിലുള്ള തീക്കുണ്ടം ഒരുക്കിയിട്ട് അതിൽ ചുട്ട് കരിക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിലേക്ക് കൊണ്ടുപോയിട്ടു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല തീയിനോട് പറഞ്ഞത്, യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, അല്ലയോ തീയെ. തീൻ്റെ സ്വഭാവം എന്താ? തീൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നുള്ളതാണ്. ആ കരിച്ചു കളയുന്ന ആ സ്വഭാവത്തെ ഇല്ലാതാക്കിയിട്ട് അതിനെ തണുപ്പുള്ളതാക്കി മാറ്റി എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഇടപെടലിലൂടെ സംഭവിച്ചത്. ഇതേപോലെ ഓരോ കാര്യവും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനവും ഇടപെടലിലൂടെയുമാണ് നമ്മളുടെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വലിയ പാഠം കൂടി ഇതിലൂടെയൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. ആ പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.